ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നാട് എവിടെയാ ശരിക്കും? ഞാൻ അങ്കമാലി കുത്തിയതോട് എന്ന് പറഞ്ഞ അങ്കമാലി. അപ്പൊ അങ്കമാലിയിൽ ഉള്ള ഒരു സദ്യയാണ്. അപ്പൊ നമ്മള് കാസർഗോഡ് എടുക്കുവാണെങ്കിൽ തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ അങ്കമാലി ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് കഥകളാണ്. അങ്കമാലി മാങ്ങക്കറി എവിടെയും ഫേമസ് ആണ്. അതായത് ചോറുണ്ണാനായിട്ട് അങ്കമാലി മാങ്ങക്കറിയും അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സർലാസും ഉണ്ട്. അതായത് സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയും ചൊറുക്കിയും ചേർത്ത് കള്ളു ചൊറുക്കിയും ചേർത്ത് തിരുമും. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. ഈ ചോറിന്റെ കൂടെ കുറച്ച് ബീഫ് വരട്ടും ഈ മാങ്ങാക്കറിയും സർലാസും കൂട്ടിയിട്ട് അത് അങ്കമാലി സദ്യകളിൽ തലേ ദിവസമായിട്ടും സദ്യകളിലായിട്ട് എവിടെയും പോപ്പുലർ ആണ്. ഞാൻ ഇതിലേക്ക് ഇപ്പം നമ്മളുടെ പായസമായി ഒരു കാർഡമം ഫ്ലേവർ. നമ്മള് പാല് ചേർക്കുന്നതിന് കാർഡമം ഫ്ലേവർ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് തണുത്ത് കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കീറായിട്ട് കഴിക്കാം. കീർ പോലെ ക്യാരറ്റ് കീറിൽ സേമിയയും പാലും കണ്ടൻസ് മിൽക്കൊക്കെ അതാണല്ലോ അതിന്റെ മെയിൻ വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളുടെ പായസത്തിന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഗാർണിഷ് അതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കൂടി ഇട്ടേക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും, മടുപ്പ് വരില്ല. ഇനി എത്ര നേരം നമ്മളത് തിളപ്പിക്കണം? കഴിച്ചാ മതി. നമ്മളുടെ ക്യാരറ്റ് സേമിയ പായസം ഞാൻ ക്യാരറ്റും കൂടെ ചേർത്തെടുക്കട്ടെ. മധുരമൊക്കെ പാകത്തിനല്ലേ? പാകത്തിന് കറക്റ്റ് മധുരമാണ്. ക്യാരറ്റ് സേമിയ പായസം ഷെഫ് പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. ഷെഫ് റെഡി അല്ലേ? ഫേവറേറ്റ് ഡിഷ്. യുവർ ഫേവറേറ്റ്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഇന്ന് ഇതാവും. ഓക്കെ, എന്റെ ജീവിതത്തിലെ പ്രധാന ട്വിസ്റ്റ് നടക്കാൻ പോകുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ ഇന്ന്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് ഓലിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അതൊന്നുമില്ല, ആ ബ്രാൻഡ് ടേസ്റ്റ് വരുന്നോണ്ടായിരിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് അതുപോലത്തെ ടേസ്റ്റ് ആണോ അതോ എന്തെങ്കിലും ട്വിസ്റ്റ്? ഇല്ല, ഇതിപ്പോ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ ചേരുവകൾ ചേർക്കും. 8-9 തരത്തോളം വെറൈറ്റി ഓലനുകൾ ഉണ്ട് കേരളത്തില് സദ്യയിൽ വിളമ്പുന്നത്. ഈ ആറന്മുള വള്ളംകളി സദ്യയില് ഉണ്ട്. അതേപോലെ കണ്ണൂർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. സ്നേക്ക് ഗാർഡ്, ചൊരക്ക, കുമ്പളങ്ങ, പൊട്ടറ്റോ, മത്തങ്ങ ഇതെല്ലാം വെച്ചിട്ട് ഡിഫറെന്റ് തേങ്ങാപ്പാൽ ഒഴിക്കാതെയുള്ള ഓലനും ഉണ്ട്. അപ്പം അതില് നമ്മളിപ്പോ പൊട്ടറ്റോയും മത്തങ്ങയും പയറും ചേർത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ടായിരുന്നു. പംകിൻ. ഇപ്പൊ ഓണമൊക്കെ അല്ലേ, ഷെഫ് കുക്കിംഗ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ഒപ്പം ഡാൻസ്. ഓ സന്തോഷം. ഞാനൊരു അവസരം നോക്കിയെടുക്കാം. ആദ്യം കൂടെ ആണോ? എന്നാ എന്റെ ഒപ്പം എന്ന് പറയുമ്പോ ഞാൻ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. പുള്ളിയുടെ കയ്യില് ഷെഫിന്റെ സംഭവം ഉണ്ടാവും. അടിപൊളി, സൂപ്പർ. ഒരു ക്യാരക്ടറാണ് സോബിൻ. കുമ്മട്ടിക്ക ജ്യൂസിന്റെ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഓർക്കുന്ന ആ സീനുണ്ടല്ലോ പോകും. അതെ, നമ്മള് സൗബിൻ ചേട്ടൻ എന്തായാലും കൂലിയില് പൊളിച്ചടക്കി ഈ പാട്ടില് ചെയ്തപ്പോ നമുക്ക് അത് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആഘോഷിക്കാൻ പറ്റും. ഷെഫിന്റെ കൂടെ പാചകം ചെയ്ത് അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോയിൽ ഡാൻസ് കളിച്ചിട്ട് പാചകം ചെയ്തേക്കുന്നത്. ബാക്കി ശില്പയുടെ കൂടെ ആയിക്കോട്ടെ. ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഞാൻ വന്നത്, നമ്മുടെ സൗബിൻ ചേട്ടന്റെ ഒപ്പം. സോ ഇനി നമുക്ക് എല്ലാം റെഡി അല്ലേ? നമുക്ക് എന്താ തുടങ്ങിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയിട്ടാണ് ഈ ഓല. പെട്ടെന്നാവും. ഈ ഇൻഗ്രീഡിയൻസിന് നമ്മൾ പയർ ഓൾറെഡി വേവിച്ചു വെച്ചു. അതിന് വേവ് വ്യത്യാസമുള്ളതുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഒരുമിച്ച് അങ്ങ് വേവിക്കുകയാണ്. ഒരുമിച്ചാണ് ഉരുളക്കിഴങ്ങും മത്തങ്ങ. ഇതിന് രണ്ടിനും ഏകദേശം സെയിം വേവാണ്. നമ്മുടെ
യൂട്ടൻസിൽസ് കുക്ക് വെയറിൽ ശരിക്കും കാണാനും ഭംഗിയുണ്ട്, അതേസമയം കുക്കിംഗ് ഇനി ഈസി ആക്കാനും സഹായിക്കും. ഓക്കെ, ഇഞ്ചി ഇട്ടു, കറിവേപ്പില. ഓ, ഇതൊക്കെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലേവർ ഒക്കെ അതിലേക്ക് വരണം. പച്ചമുളകും കുറച്ച് ഇടുന്നുള്ളൂ, എരിവ് അധികം വേണ്ട. ജസ്റ്റ് ഇട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, എന്നാൽ അതിന്റേതായ ഒരു വലിയ ഇമ്പോർട്ടൻസ് അതിൽ വരില്ല. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഈ പയറും ഈ തേങ്ങാപ്പാലും ആണ് ഇടുന്നത്. അതെ, ഞാനിപ്പോ കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാലിന്റെ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് കട്ടിപ്പാലാണ്, കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ഉപ്പ് വളരെ കുറവുള്ളൊരു ഡിഷാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആ കഷ്ണത്തുമ്മ ഉണ്ടോന്ന് ചോദിച്ചാൽ മാത്രമുള്ള ഉപ്പ്. ഇതൊരു 5 മിനിറ്റിൽ ഇത് കുക്കാവും. മത്തങ്ങയും പൊട്ടറ്റോ ഒരുവിധം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ അതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് പയർ, അതിന്റെ കുറച്ച് വെള്ളത്തോട് കൂടി ചേർക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇടാണല്ലേ. നമ്മൾ കുറച്ചു നേരം ഇത് ചട്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ തിക്കാവും. തേങ്ങാപ്പാൽ കട്ടിപ്പാലാണല്ലോ, അത് ഇരുന്ന് കഴിയുമ്പോൾ തിക്കാവും. നമ്മളുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മിസ്റ്റർ ഗോൾഡിന്റെ സൺഫ്ലവർ ഓയിൽ ഇട്ട് അങ്ങ് ഫിനിഷ് ചെയ്തു. പിന്നെയും ഈ അവിയലിലും അങ്ങനെയുള്ള കറികളിലൊക്കെ ഷെഫ്മാർ ചെയ്യണുണ്ട്, ഒന്ന് തിരുമ്പി കറിവേപ്പില അവരുടെ കൈപ്പുണ്യം അങ്ങോട്ട് വീട്ടെന്ന് കരുതിയിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഓലൻ റെഡി. സദ്യയിൽ എന്നും വേണ്ട എന്ന് പറയുന്ന ആ ഐറ്റം ഇനി സദ്യ കഴിക്കുമ്പോ ഓലൻ ഉണ്ടെങ്കിലേ സദ്യ കഴിക്കാൻ പാടുള്ളൂ, എന്നാലാണ് എല്ലാ കറികളും അറിയാൻ പറ്റുള്ളൂ. ഇതാണല്ലേ ഓലൻ. അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞു മുറിഞ്ഞും കഴിക്കുക. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് വേറെ എന്ത് കോമ്പിനേഷൻ കൂടെ കഴിക്കാൻ പറ്റും ചോറല്ലാണ്ട്. എനിക്ക് എന്തോ ഇതിന് കുറെ ഫ്ലേവർ ഉള്ള പോലെ തോന്നുന്നു. അതായത് ഇതിന്റെ പ്രത്യേകത ഓവർ സ്പൈസി അല്ല, സ്പൈസി ഇല്ല. അപ്പം ഈ പറഞ്ഞ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം അപ്പത്തിന്റെ കൂടെ സ്റ്റൂവിന് ഒരു റീപ്ലേസ്മെന്റ് പോലെയില്ല, ശരിക്കും ഒരു സ്റ്റൂ കഴിക്കുന്ന പോലെയും ചപ്പാത്തിയുടെ കഴിക്കാം. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. സ്പൈസിയുടെ ലെവലും ഉപ്പിന്റെ ലെവലും എല്ലാം കുറവായിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ശരിക്കും ഒരു മൾട്ടി പർപ്പസ് ഓണം ഓലൻ. നമ്മളിങ്ങനെ പുതിയ പുതിയ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കലൊരു കല തന്നെയായിട്ട് തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പം ഒരുപാട് നന്ദി ഷെഫ് ഫോർ കമ്മിങ്. ആൻഡ് ഇനി മുതൽ ഓലൻ ഇല്ലാണ്ട് ഞാനും സദ്യ കഴിക്കാൻ പാടില്ല. അതെ, അപ്പം ഇത്രയും മനോഹരമായ 2 ഡിഷസും ഒരുപാട് നല്ല മൊമെന്റ്സും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഷെഫിന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒരുപാട് നന്ദി. പക്ഷെ വെറും കൈയോടെ ഞാൻ വിടില്ല, തീർച്ചയായിട്ടും എൻ്റെ വർക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് വന്ന് തരാം. താങ്ക് യു. ആദ്യം തന്നെ മിസ്റ്റർ ഗോൾഡ് സൺഫ്ലവർ ഓയിൽ നൽകുന്ന ഗിഫ്റ്റ്.